ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു മോ സ്റ്റുഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പറയാം, ദിസ് ഇസ് നോട്ട് മൈ ഏരിയ. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ്. കാരണം ഇത് പറയാൻ വേറെ ആരുമില്ല, എന്നെ കൊണ്ടേ പറ്റുള്ളൂ. മീൻസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് എനിക്കല്ലേ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം സോ ലെറ്റ്സ് ഗോ ടു ദ റിവ്യൂ ഓഫ് പുഷ്പ 2. ആ ഒരു മൂവിയുടെ, അതായത് 2.5 കൊല്ലം വെയിറ്റ് ചെയ്ത ആ ഒരു മൂവിയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയാണ്, ദിസ് ഇസ് നോട്ട് മൈ ഏരിയ. പക്ഷെ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ്, പറഞ്ഞേ പറ്റുള്ളൂ. ദിസ് ഇസ് മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ റിഗാർഡിങ് പുഷ്പ 2. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈ ഒരു പടം കാണാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമല്ലോ, ഇതിന്റെ ഒരു അഭിപ്രായം എന്താണ്, ഒരു കംപ്ലീറ്റ്ലി ഔട്ട്ലുക്ക് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കംപ്ലീറ്റ്ലി നെഗറ്റീവ് റിവ്യൂസ് ആണ് കേട്ടോ. ഈവൻ വലിയ വലിയ യൂട്യൂബേഴ്സ് പോലും നെഗറ്റീവ് റിവ്യൂ ആണ് ഈ ഒരു പടത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന്റെ ഫീഡ്ബാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അതായത് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പക്ക ഫ്ലോപ്പ് ആയിരിക്കും എന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പക്ക ഫ്ലോപ്പ് ആണെങ്കിലും എന്തായാലും ഞാൻ പോയി കാണൂട്ടോ, അത് വേറെ കാര്യം. കാരണം 2.5 കൊല്ലത്തോളം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് വന്ന ഒരു പടം, പ്രത്യേകിച്ച് അല്ലു അർജുന്റെ പടം നമുക്ക് അങ്ങനെ ഒരിക്കലും മിസ് ഔട്ട് ആക്കാൻ പറ്റില്ലല്ലോ. അതായത് കുറച്ച് ആൾക്കാരുടെ അഭിപ്രായം മാത്രം നോക്കിയിട്ട് നമുക്ക് അങ്ങനെ കാണാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഉറപ്പായിരുന്നു, ഞാൻ കാണുന്ന ഉറപ്പായിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം. മീൻസ് എങ്ങനെയാണ് പടത്തിന്റെ ഔട്ട്ലുക്ക്, അതായത് പടം പൊട്ടിയോ അല്ലെ, ആൾക്കാർ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ പോയി കണ്ടപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഗൈസ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങളൊരു അല്ലു അർജുൻ ലവിങ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലു അർജുനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള മൂവി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഈ ഒരു പടം നിങ്ങൾ മിസ് ഔട്ട് ആക്കരുത്. അത് നിങ്ങൾക്ക് ലൈഫിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. കാരണം ഇതുപോലത്തെ ഒരു മാസ് പടം ഇനി വരാനില്ല. അതുപോലത്തെ ഒരു മൂവിയാണ്. ആ ഒരു 3.25 മണിക്കൂർ ഉണ്ടല്ലോ, പോയത് അറിഞ്ഞില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3.25 മണിക്കൂർ മൂവി ഉണ്ടെന്ന് പോലും തോന്നൂല. ആ ഒരു 3:15 ആ ഒരു ഹവേഴ്സ് ഉണ്ടല്ലോ, രോമം താണ്ടി ഇങ്ങനെ നീറ്റ് നിൽക്കും. അതുപോലത്തെ ഒരു ഫീലായിരുന്നു. 2.5 വർഷം വെയിറ്റ് ചെയ്തത് വെറുതെ ആയില്ല കേട്ടോ. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അവനെ മാസിന് മാസ് ഉണ്ട്, സോങ്സ് ഉണ്ട്, ബീച്ചിലും എല്ലാം കൊണ്ടും അരക്കി കലക്കി കുടിച്ചു വെച്ചേക്കാം ആ ഒരു മൂവി. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന നെഗറ്റീവ് റിവ്യൂസ്, നെഗറ്റീവ് ഫീഡ്ബാക്സ് കണ്ടിട്ട് നിങ്ങൾ ഈ ഒരു മൂവിയുടെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. കാരണം നിങ്ങളിത് ഫോണിൽ കാണുന്നതിന്റെ എക്സ്പീരിയൻസ്, ഫോണിൽ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക, അയ്യോ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചിങ് ആയിരുന്നു, അത്ര അടിപൊളിയാണ് കേട്ടോ. പക്ഷെ ഇവരെന്തുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് റിവ്യൂ കൊടുക്കണതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ. എത്രയോ പേര് ഇതിന് നെഗറ്റീവ്, വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇതിന് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കണേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ദിസ് ഇസ് മൈ ഹോണസ്റ്റ് ഒപ്പീനിയൻ ആണ്. മസ്റ്റ് വാച്ചിങ് ആണ് ഗൈസ്, ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത് ഈ ഒരു മൂവി. കാരണം അങ്ങനെയാണ്. കാരണം നിങ്ങൾ ഇനി ഫോണിൽ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാവുക. ഇത് തിയേറ്ററിൽ നിന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ റീഗ്രറ്റ് അടിച്ച് ചാവും ഗൈസ്. അത്ര അടിപൊളിയായിരുന്നു. ഇപ്പം പടം കാണാൻ പോകുന്നതിന് മുന്നേ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ റീൽസ് വരുമല്ലോ, അപ്പൊ അതിലൊക്കെ ഇതിലെ സോങ്സിനൊക്കെ ഡീഗ്രേഡ് ചെയ്തോണ്ടായിരുന്നു കേട്ടോ കംപ്ലീറ്റ്ലി റീൽസ് കാര്യങ്ങളൊക്കെ. മറ്റേ മലയാളം സോങ് ഇല്ലേ, അതില് ആ പാട്ടായിക്കോട്ടെ, കിസിക ആയിക്കോട്ടെ, എല്ലാം കംപ്ലീറ്റ്ലി ഡീഗ്രേഡ് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ അതുപോലെ ഒന്നുമല്ല, മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ്. ചില മൂവീസ് തിയേറ്ററിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാണണമെന്നൊരു ഫീൽ വരില്ലേ, അതിൽ പെട്ടൊരു മൂവിയാണ് കേട്ടോ ഇത്. 2 തവണ 3 തവണ തിയേറ്ററിൽ നിന്ന് പോയി കണ്ട ഒരു മൂവി പറയുന്നത് KGF ആയിരുന്നു. അതുപോലെ ഇനി സെക്കൻഡ് വാച്ചിങ് ആയിട്ട് വന്നേക്കുന്ന ഒരു പടമാണ് ഇത്. ചുമ്മാ പറയല്ല, ഒരിക്കലും മിസ് ഔട്ട് ആക്കരുത്. ഒരു പടം തുടങ്ങുന്നത് തന്നെ അല്ലു അർജുന്റെ ഇൻട്രോ സീൻ കൊണ്ടാണ് കേട്ടോ. അല്ലു അർജുന്റെ ഇൻട്രോ സീനാണ് സ്റ്റാർട്ടിങ്ങിലെ വരുന്നത്. അതായത് ജപ്പാനിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീനോടാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ട് കലക്കൻ ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല. ഞാനിനി അതിലെ സീനൊക്കെ പറഞ്ഞ് ഫുൾ മൂവി കണ്ട ഒരു ഫീൽ ആക്കി തരുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. ആ ഒരു പുഷ്പ 2 മാസ് സീൻ ഉണ്ടല്ലോ, മോനെ ഈ രോമം ഉണ്ടല്ലോ അങ്ങനെ നീറ്റ് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, താഴത്തില്ലടാ, ആ ഒരു സീനൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുഷ്പ 1-നേക്കാളും അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല. പുഷ്പ 1-ന്റെ ഒപ്പത്തിനൊപ്പം തന്നെ പോണ ഒരു എപ്പിസോഡാണ് കേട്ടോ, ഒരു മൂവിയാണ് കേട്ടോ. അടിപൊളിയാണ്. അതിന്റെ കണ്ടിന്യൂഷൻ പാർട്സ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ അല്ലു അർജുന്റെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അതായത് മാസ് റൊമാൻസ് എല്ലാം ഉള്ളൊരു പടമാണ്.
ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞത് ഇവരെന്ത് കണ്ടിട്ടാണ് അങ്ങനെ ഞാൻ ആലോചിക്കുന്നത്. ഒരു കമന്റ് ബോക്സ്, ഇൻസ്റ്റയിൽ ഒരു റീല്, മീൻസ് മൂവി കാണാൻ പോകുന്നതിന് മുന്നേ ഇൻസ്റ്റ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമല്ലോ, അപ്പൊ അതിലൊരു റീൽസിൽ കമന്റ് കണ്ടതാണ്, രാഷ്മികയെ മൊത്തത്തിൽ ഊക്കി, തിയേറ്ററിൽ എല്ലാവരും ഊക്കി, കാരണം ക്രിഞ്ച് ഫീലിങ്സ്, ക്രിഞ്ച് എക്സ്പ്രഷൻസ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ആ ഒരു മൂവിയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അതായത് ഓരോ സീനിനും എങ്ങനെയാണോ എക്സ്പ്രഷൻസ് വരേണ്ടത് അതുപോലെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. ആക്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നില്ല, അന്ന് ജീവിക്കാന്ന് അറിയില്ല അതുപോലെ. ഇപ്പം അതായത് ആ ഒരു ക്രിഞ്ച് ഫീൽ ആണെന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു സംഭവം രാഷ്മിക ചെയ്ത പോലെ വേറെ ഏതെങ്കിലും ആക്ടേഴ്സിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ അല്ലു അർജുന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ആക്ടറിനെ കൊണ്ട് അതുപോലെ ആ ഒരു രീതിയിൽ മാസ് പെർഫോം ചെയ്യാൻ വേറെ ആരോടെങ്കിലും പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ ആ ഒരു ക്യാരക്ടർ പൊളി 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 പൊളി. നമ്മൾ മലയാളികൾക്ക് അഭിമാനമാണ് ഫഹദ് ഫാസിലിന്റെ അഴിഞ്ഞാട്ടം, അല്ലു അർജുന്റെ അഴിഞ്ഞാട്ടം, രാഷ്മികയുടെ അഴിഞ്ഞാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ അല്ലു അർജുൻ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പടം മിസ്സാക്കരുത്. വേറൊരാളുടെ ഒപ്പീനിയൻ കണ്ടിട്ടാണോ നിങ്ങൾ ഒരു പടം കാണണോ കാണണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? ഇറ്റ്സ് ഡസന്റ് മാറ്റർ ഗൈസ്. നമുക്ക് ഒരു പടം കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു ഓൾ ഓവർ അഭിപ്രായം നോക്കുക, നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ കാണാം. അല്ലാണ്ട് ഒരാളുടെ അഭിപ്രായം ഒരു റിവ്യൂ കണ്ടിട്ട് നമ്മൾ പോയി കാണാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അപ്പോൾ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. കാരണം ഞാനിപ്പം ഈ യൂട്യൂബിലൊക്കെ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് വേണ്ട, പൈസ പോകുമല്ലോ, കാണില്ല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് മിസ് ഔട്ട് ആവുകയും. സീരിയസ്ലി പറയാണ്, ഈ ഒരു നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് പുഷ്പ 2 കാണാൻ ഞാൻ തീരുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു. സീരിയസ്ലി ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ എനിക്ക് തൃശ്ശൂർ പൂരം കഴിഞ്ഞിറങ്ങി വരുന്ന ഫീൽ ആയിരുന്നു. ഇപ്പോഴും ആ ഒരു കിക്ക് പോയിട്ടില്ല. ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ ഇതിന്റെ റിവ്യൂ രാത്രി തന്നെ പറയണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ വീട്ടിലെത്തുമ്പോഴത്തേക്കും 1:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊർഗം വലിച്ച് ഉറങ്ങി. അപ്പം ഇത്രേ ടൈം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ ഇതിന്റെ റിവ്യൂ പറഞ്ഞിട്ടാണ് അപ്ലോഡ് ആക്കിയത്. സീരിയസ്ലി, കാരണം നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് നിങ്ങൾ കാണാണ്ടിരിക്കരുത്, ആ ഒരു പടം ഫ്ലോപ്പ് ആവരുതെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ ഗൈസ്. ആക്ച്വലി ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാസ് സീനൊക്കെ വരുമ്പോൾ ക്യാമറ ഓൺ ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല, തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. മീൻസ് അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു, എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറെ ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ സൈഡിൽ ഇങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഗൈസ് നമുക്ക് പൈറസി സ്ട്രൈക്ക് വരും കേട്ടോ. നമ്മുടെ ചാനലിനെ കിട്ടിയ ആദ്യത്തെ സ്ട്രൈക്ക് പറയുന്നത് പുഷ്പ 1ന്റെ സ്ട്രൈക്ക് ആയിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ അതിലൊരു മാസം സീൻ എടുത്തിട്ട് ഷോർട്സ് ഇട്ടാണ്. നമ്മുടെ ചാനൽ ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു 2017. അതിലെ കുഞ്ഞൊരു ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ ഷോർട്സ് ഇട്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഷോർട്സ് ഇട്ട് നല്ല വ്യൂസ് കിട്ടിട്ടോ, 1,00,000ന്റെ മുകളിലെങ്ങാണ്ട് വ്യൂസ്, 15K ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് സ്ട്രൈക്ക് വന്നെടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക്. അവരെന്നെ റിമൂവ് ചെയ്തു. അതായത് മൈത്രി മൂവി മേക്കേഴ്സ് അവരെന്നെ ആ ഒരു ഷോർട്സ് എടുത്തിട്ട് റിമൂവ് ചെയ്തു. അവസാനം സ്ട്രൈക്ക് എങ്ങനെയൊക്കെയോ റിമൂവ് ചെയ്ത് തന്നു, ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പം. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല ഗൈസ്. അല്ലാന്നുണ്ടെങ്കിൽ അതിലെ മാസ് സീനൊക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. എനിക്ക് എങ്ങനെ ഇത് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല കേട്ടോ. നിങ്ങളെ തിയേറ്ററിൽ ഇരുത്തി കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. കാരണം അങ്ങനത്തെ ഒരു മൂവിയാണ് ഗൈസ്. കാരണം മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു പടം മിസ്സാക്കരുത്. കാരണം ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു മൂവി ഇനി വരാൻ പോകുന്നില്ല കേട്ടോ. ഇനിയിപ്പോ KGF വന്നാൽ അത് കാണാം. അല്ലാണ്ട് ഇതുപോലത്തെ ഒരു മാസ് മൂവി ഈ അടുത്തൊന്നും വരാൻ പോകുന്നില്ല. ട്രസ്റ്റ് മീ, അത്ര അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ് കേട്ടോ. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസിന്റെ അങ്ങേയറ്റം പറഞ്ഞാൽ അങ്ങേയറ്റം അതുപോലത്തെ ഒരു മൂവിയാണ്. ഇതിലെ എന്താ പറയാ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ, അടിപൊളിയാണ് കേട്ടോ. അതായത് കിസ്ക്ക് ഡാൻസ് വന്നപ്പോഴല്ലേ ഞാനൊക്കെ ഇങ്ങനെ നിൽക്കായിരുന്നു, തുറന്ന് നിൽക്കായിരുന്നു, അന്തം വിട്ട്. ആ പാട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണേ ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു, നോട്ട് പോയി ഞാൻ ഒളിച്ച് നിൽക്കാനും അന്താളിച്ച് നിൽക്കായിരുന്നു. അതിൽ എല്ലാ പാട്ടുകളും വരുമ്പോഴും. അതുപോലെ തന്നെ മാസ സീന് ഇടക്കിടക്ക് ഇങ്ങനെ വാരി ഇടുക, വെതറിടുക, മാസ സീനൊക്കെ ഇല്ല ഇങ്ങനെ വെതറിടുക. മീൻസ് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് മീൻസ് തൊട്ടാ മാസം അറിയില്ല. അതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആക്ടർ വേറെ ഇല്ല ഗൈസ്. മാസ് ആറ്റിറ്റ്യൂഡ് ആക്ടർ വേറെ ഇല്ല ഈ ഒരു ഇന്ത്യൻ മൂവി ഇൻഡസ്ട്രിയിൽ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. മീൻസ് അല്ലു അർജുന്റെ പകരം വേറെ വല്ലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നു. അല്ലു അർജുൻ ആയതുകൊണ്ടായിരിക്കും നമുക്ക് ആറ്റിറ്റ്യൂഡ് കിങ് എന്ന്, ഐക്കൺ സ്റ്റാർ, ആറ്റിറ്റ്യൂഡ് സ്റ്റാർ എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. അതായത് തൊട്ടാ മാസ്, എല്ലാ സീനും മാസം. അതുകൊണ്ടാണല്ലോ ഈ 3.5 മണിക്കൂറൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയില്ലോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇറങ്ങിപ്പോയില്ലേ. ഇത് തിയേറ്ററിൽ ഇരിക്കുന്ന എല്ലാവരും ആ 3.5 മണിക്കൂർ അവിടെ ഇരുന്ന് അത് കഴിഞ്ഞ് പാട്ടുകൊണ്ട് കുഞ്ഞ് സീനൊക്കെ ഇട്ട് വന്നു. മീൻസ് വില്ലന്റെ ഒരു ഇൻട്രോ സീൻ പോലെയൊക്കെ, വില്ലൻ ആരാന്ന് കാണിച്ചില്ല, വില്ലന്റെ ഇൻട്രോ സീൻ പോലെയൊക്കെ കാണിച്ചു തന്നു.
അത് കഴിഞ്ഞിട്ടും അതിന്റെ എന്താ പറയുക, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ച് അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, പിന്നെ എന്ത് കണ്ടിട്ട് അവരെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നു? നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പൊ എനിവേ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നെഗറ്റീവ് റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു മൂവി കാണാണ്ടിരിക്കരുത്. കാരണം നിങ്ങൾക്ക് മാസ് മൂവിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് അതിന്റെ അങ്ങേയറ്റാണ്. മീൻസ് ഞാനൊക്കെ പുഷ്പ 1 കഴിഞ്ഞതിന് ശേഷം പുഷ്പ 2 ഇറങ്ങാൻ വേണ്ടിയിട്ടുണ്ടല്ലോ 2.5 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്ത് കട്ട വെയിറ്റിംഗ് ആയിരുന്നു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിയില്ല. പുഷ്പ 1 കഴിഞ്ഞതിൽ ഞാൻ താണ്ട് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, താഴെത്തിയിടാന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ 6 മാസത്തോളം എന്തോ ഞാൻ ചെയ്ത് നടന്നിട്ടുണ്ട്. സീരിയസ്ലി മീൻസ് എന്തോ ഒരു അസുഖം വന്ന പോലെ ആയിരുന്നു അത്. ആ ഒരു സംഭവം പുഷ്പയുടെ ആത്മാവ് കയറി എന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമായിരുന്നു എനിക്ക്. മറ്റേ പുഷ്പ 1 ഒരു ഫേമസ് പാട്ട്, എല്ലാം ഫേമസ് തന്നെയാണ്. അതിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ ഒരു പാട്ട്, ഏ ബിഡ ഇതിനാ അഡ, അതൊക്കെ അതായിരുന്നു ആ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞപ്പോ തൊട്ടേ വെയിറ്റ് ചെയ്ത് നിൽക്കണതാണ് കേട്ടോ, ഇതിന്റെ പാട്ട് ഒന്ന് വന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട്. മീൻസ് ഇതിന്റെ ട്രെയിലർ വന്നപ്പോ അതിനേക്കാളും വെയിറ്റിംഗ് ആയി. പിന്നെ റിലീസിംഗ് ഡേറ്റ് വന്നപ്പോൾ കട്ട വെയിറ്റിംഗ് ആയി. ദിവസങ്ങൾ ഇങ്ങനെ എണ്ണ പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു എന്റെ. ഓക്കെ ഗൈസ്, അപ്പം മസ്റ്റ് വാച്ചിങ് മൂവിയാണ്. കണ്ടിട്ട് എന്തായാലും അഭിപ്രായം ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് തന്നെ ഇട്ട്. ഇനിയിപ്പോൾ തെറിയാലും കുഴപ്പമില്ല. എന്നെ മീൻസ് എൻ്റെ ഉള്ള ദേഷ്യത്തിന് നിങ്ങൾ വന്നിട്ട് പൈസ പോയല്ലോ അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ട് കമന്റ് ചെയ്യാൻ നിൽക്കില്ല. ഓണസ്റ്റ് ആയില്ല, ദേഷ്യം ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം മാത്രം കമന്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈ 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 ഫ്രണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോവാതെ എന്താ പറയാ റിഗ്രറ്റ് അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക ഗൈസ്. ഹെൽപ്പ് ഫ്രം ദയർ മെന്റാലിറ്റി സ്ട്രൈക്ക്. ഓക്കെ, അല്ലു അർജുനെ ഇഷ്ടം ഉള്ള ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ ബൈ.